എല്ലാവർക്കും നമസ്കാരം. എഡ്യൂമേറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എഡ്യൂമേറ്റ് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് നമ്മൾ പലർക്കും അറിയാൻ പാടില്ലാത്തതും എന്നാൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എഡ്യൂമേറ്റ് എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ഇൻഫർമേറ്റീവ്സായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതിനായി ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓളാക്കി വെക്കുന്നത് നന്നാവും. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഏതെങ്കിലും ഒരു മോട്ടോർ വാഹനത്തിൽ അപകടം സംഭവിക്കുകയോ ആൾ മരണപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് സമീപിക്കുന്നത് സാധാരണ സിവിൽ കോടതികളെയൊന്നും അല്ല, നമ്മൾ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണലുകളെയാണ് അത്തരത്തിലുള്ള നഷ്ടപരിഹാര കേസുകളിൽ സമീപിക്കുന്നത്. എന്നാൽ നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു നഷ്ടപരിഹാര കേസുമായി ബന്ധപ്പെട്ട് ഒരു ട്രൈബ്യൂണലിനെ നമുക്ക് സമീപിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു അപേക്ഷ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഇടിച്ചിട്ട വാഹനത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഏത് വാഹനമാണോ ഇടിച്ചിട്ടത് ആ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും മറ്റ് ഡീറ്റെയിൽസും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറെ പ്രതിയാക്കി നഷ്ടപരിഹാര കേസ് കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഹിറ്റ് ആൻഡ് റാൻ എന്ന് പറയുന്ന ചില സന്ദർഭങ്ങളിൽ, അതായത് വാഹനം ഇടിച്ചിട്ടിട്ട് ഓടിച്ച ആള് വാഹനവുമായി രക്ഷപ്പെടുന്നു, ഇടിച്ചിട്ട വാഹനത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല, അജ്ഞാത വാഹനം ഇടിച്ച് പരിക്ക് പറ്റിയാൽ നഷ്ടപരിഹാരം സാധാരണഗതിയിൽ മോട്ടോർ ആക്സിഡന്റ് ട്രൈബ്യൂണലിൽ നമുക്ക് വാങ്ങിയെടുക്കുക സാധ്യമല്ല. നിരവധി ആളുകൾക്കാണ് റോഡ് അപകടങ്ങളിൽ പരിക്ക് പറ്റുന്നതും അതുപോലെ തന്നെ ജീവഹാനി സംഭവിക്കുന്നതും. ചിലതൊക്കെ വാഹനം അറിയാൻ കഴിയാത്തതിന് പേരിൽ നഷ്ടപരിഹാരം നിഷേധിക്കപ്പെട്ട നിരവധി കേസുകളുണ്ട്. ഇത്തരം ഒരു കേസുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ റോഡിൽ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏതോ വാഹനം വന്ന് നമ്മളെ ഇടിച്ചു തെറിപ്പിച്ചു കടന്നുപോയി, ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടേക്കാം, ചിലപ്പോൾ ഗുരുതരമായ പരിക്കുകൾ പറ്റിയേക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നഷ്ടപരിഹാരം യാതൊന്നും തന്നെ ലഭിക്കാൻ അർഹതയില്ല. ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതിയിൽ വന്ന ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് ഒരു പുതിയ പദ്ധതിയുമായി മുന്നോട്ട് വന്നത്. അതായത് അജ്ഞാത വാഹനം ഇടിച്ച് പരിക്ക് പറ്റുകയോ ആൾ മരണപ്പെടുകയോ ചെയ്താൽ അവർക്ക് നഷ്ടപരിഹാരം കിട്ടുന്നു. മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലീഗൽ ഹെയർസിന്, അനന്തര അവകാശികൾക്ക്, അദ്ദേഹത്തിൻ്റെ ആശ്രിതർക്ക് ആ തുക ലഭിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനം ഇന്ത്യ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ്, നമ്മുടെ നാട്ടിൽ റോഡ് അപകടങ്ങളിൽ ധാരാളം പേര് മരണപ്പെടുന്നുണ്ട്, അജ്ഞാത വാഹനങ്ങൾ ഇടിച്ച് മരണപ്പെടുന്നുണ്ട്, ഗുരുതരമായ പരിക്കുകൾ പറ്റുന്നുണ്ട്. അവർക്കൊക്കെ ആശ്വാസകരമാകുന്ന ഒരു തീരുമാനമാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് നമ്മൾ ആർക്കാണ് അപേക്ഷ നൽകേണ്ടത്, എത്ര ദിവസത്തിനകം അപേക്ഷ നൽകണം, എന്തൊക്കെ രേഖകളാണ് ഇതിനോടൊപ്പം നൽകേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മൾ വാഹനം ഇടിച്ച് പരിക്ക് പറ്റിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അയാൾക്ക് ഒരു മെഡിക്കൽ കെയർ, ഒരു മെഡിക്കൽ എയ്ഡ് കൊടുക്കുക എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ പരമമായി ചെയ്യേണ്ട ആത്യന്തികമായ ധർമ്മം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഒരു FIR രജിസ്റ്റർ ചെയ്യണം. അതായത് ആളെ കിട്ടിയാലും ആളെ കിട്ടിയില്ലെങ്കിലും അജ്ഞാതനായ ആരോ ഇടിച്ചിട്ട് റോഡ് അപകടത്തിൽ പരിക്ക് പറ്റി എന്ന് കാണിക്കുന്ന ഒരു FIR നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. പിന്നെ ഈ അപകടം പറ്റിയത് എവിടെ വെച്ചാണോ അവിടെ ഉൾപ്പെടുന്ന RDOയ്ക്കാണ് ഇതിൻ്റെ അപേക്ഷ നൽകേണ്ടത്. നഷ്ടപരിഹാരം ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ നൽകേണ്ടത് ഏത് സ്ഥലത്താണോ സംഭവം നടന്നത് ആ സംഭവത്തിന് ആസ്പദമായ സ്ഥലത്ത് RDO. തഹസീൽദാർക്ക് അപേക്ഷ നൽകിയാലും നമ്മുടെ അപേക്ഷകൾ പരിഗണിക്കുന്നതാണ്. പിന്നെ എത്ര ദിവസത്തിനകത്ത് അപേക്ഷ നൽകണം എന്നുള്ളതാണ്. നമ്മൾ സംഭവം നടന്ന് എന്നെങ്കിലും അപേക്ഷ കൊടുത്താൽ പോരാ. മോട്ടോർ ആക്സിഡന്റ് കേസുകളിൽ നമുക്ക് 6 മാസം വരെയൊക്കെ ടൈം ഉണ്ട്. എന്നാൽ ഇവിടെ അതല്ല, 1 മാസത്തിനകത്ത് നമ്മൾ ബന്ധപ്പെട്ട RDOയ്ക്ക് അപേക്ഷ നൽകിയിരിക്കണം. പിന്നെ എന്തൊക്കെ രേഖകളാണ് നമ്മൾ നൽകേണ്ടത്, അതായത് അപകടത്തിൽ പരിക്ക് പറ്റിയ ആളാണെങ്കിൽ പരിക്ക് പറ്റിയ ആളിൻ്റെ തിരിച്ചറിയൽ രേഖ, അദ്ദേഹത്തിന് ആധാർ കാർഡോ
അദ്ദേഹത്തിൻ്റെ വോട്ടർ ഐ ഡിയോ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖ, പിന്നെ അപകടം നടന്ന സ്ഥലവും തീയതിയും, പിന്നെ അപകടത്തിൽ അദ്ദേഹത്തിനുണ്ടായ പരിക്കുകൾ, ആശുപത്രിയിൽ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് എത്തിക്കുമ്പോൾ അവിടെ ഒരു വൂണ്ട് സർട്ടിഫിക്കറ്റ് റെക്കോർഡ് ചെയ്യും, ആ വൂണ്ട് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അതുപോലെ തന്നെ ചികിത്സ നടത്തിയ മറ്റു രേഖകൾ, ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്, പിന്നെ ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട്, ഇത്രയും കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്ത FIRന്റെ കോപ്പി, ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ RDOയ്ക്ക് അപേക്ഷ നൽകേണ്ടത്. ഇനി ആള് മരണപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങളിൽ ഈ മരണപ്പെട്ടു പോയ ആളിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ്, അദ്ദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, പിന്നെ നേരത്തെ പോലെ തന്നെ FIRന്റെ കോപ്പി, പിന്നെ മരണപ്പെട്ടു പോയ ആളിൻ്റെ തിരിച്ചറിയൽ രേഖ, അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി അപേക്ഷ കൊടുക്കുന്ന ആശ്രിതരുടെ തിരിച്ചറിയൽ രേഖ, ആശ്രിതർ ആണെന്ന് തെളിയിക്കുന്നതിനുള്ള, ബന്ധം തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ FIRന്റെ കോപ്പി, ഇത്രയും സാധനങ്ങൾ നമ്മൾ വെച്ചുകൊണ്ടാണ് RDOയ്ക്ക് അപേക്ഷ കൊടുക്കേണ്ടത്. അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട RDO അന്വേഷണം നടത്തി 15 ഡേയ്സിനകത്ത് കളക്ടർക്ക്, അതായത് ഇതിൻ്റെ സെറ്റിൽമെൻറ്റ്, ക്ലെയിം സെറ്റിൽമെൻറ്റ് കമ്മീഷണർ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്, ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകും. സാധാരണഗതിയിൽ ജില്ലാ കളക്ടർക്ക് അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ, ഒരു മാസത്തിനകം തന്നെ ഇതിൻ്റെ നഷ്ടപരിഹാരം നൽകി ഉത്തരവാണ്. അപ്പോൾ ഇതിൽ ആള് മരണപ്പെട്ടു പോയാൽ പരമാവധി ലഭിക്കുന്ന തുക 2 ലക്ഷം രൂപയും, ആളിന് ഗുരുതരമായി പരിക്കേറ്റാൽ 50,000 രൂപയും ലഭിക്കുന്നതാണ്. പിന്നെ പരിക്കിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ച് പരമാവധി തുകയാണ് 50,000 രൂപ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ രാജ്യത്ത് ഹിറ്റ് ആൻഡ് റാൻ, വാഹനം ഇടിച്ചിട്ട് രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഇപ്പോൾ അത് ധാരാളമായി നടക്കുന്നുണ്ട്. പിന്നെ CCTV ഒക്കെ വ്യാപകമായതോടുകൂടി അത്തരം കേസുകൾ എളുപ്പത്തിന് കണ്ടുപിടിക്കാനും കഴിയും. നമ്മുടെ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് പണ്ട് ഉണ്ടായിരുന്ന IPSയെക്കാളും ഗുരുതരമായ കുറ്റമായിട്ടാണ് ഹിറ്റ് ആൻഡ് റാനെ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അതിന് തടവ് ഉൾപ്പെടെ വലിയ ശിക്ഷയാണ് ഇപ്പോൾ നമ്മുടെ BNSൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കുക, അപകടം നടന്ന് ഒരു മാസത്തിനകം നമ്മൾ ബന്ധപ്പെട്ട RDOയ്ക്ക് അപേക്ഷ നൽകുക. നമ്മൾ റോഡിൽ കൂടി നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ പരമാവധി അപകടങ്ങൾ ഉണ്ടാകാതെ നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് റോഡ് ഗതാഗതം നടത്തുക. ആർക്കും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഇത്തരം ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതായിട്ടുണ്ടെന്നും അത് പരമാവധി ആളുകൾ പ്രയോജനപ്പെടുത്തണമെന്നും ഉള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. കാരണം ഒരു ബോധവൽക്കരണത്തിന് വേണ്ടി കൂടിയാണ് ഇത്തരത്തിൽ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. ആർക്കും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. നമ്മൾ റോഡിൽ കൂടി സഞ്ചരിക്കുമ്പോൾ പരമാവധി റോഡ് നിയമങ്ങൾ പാലിക്കുക, അമിത വേഗത ഒഴിവാക്കുക, വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി റോഡിലൂടെ നടക്കുമ്പോഴോ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴോ ശ്രദ്ധിക്കുക. ആർക്കും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായി പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുമായി, നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. ആർക്കെങ്കിലുമൊക്കെ ഇതിൻ്റെ പ്രയോജനം ഉണ്ടായിരിക്കും. ഇത്തരം ഇൻഫോർമേറ്റീവ്സായ വിഷയങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി എഡ്യൂമേറ്റ് ബൈ അഡ്വക്കേറ്റ് ബിജു സൈനിങ്.